സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ടി.കെ. രാജഗോപാലാണ്. സാർ നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാർ, ഈ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ വഴിനീളെ അടിയുടെ പൂരമാണ് അവർക്ക് നേരെ ഉള്ളത്. ബംഗാളിൽ ഇങ്ങനെ അടി വഴിനീളെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അത് കാണുമ്പോൾ ആദ്യം ഒന്ന് ചെറുതായിട്ട് വിഷമം വരും, പിന്നെ ആലോചിക്കും കിട്ടട്ടെ, അവനൊക്കെ കിട്ടാനുള്ള എല്ലാ ഇതും യോഗ്യതയുണ്ട്. സാർ, എന്താണ് സാർ ബംഗാളിൽ ആകെ ഒരു വല്ലാത്ത രാഷ്ട്രീയ ചിത്രമാണ് ഉണ്ടാക്കുന്നത്. BJPക്ക് അതിൽ വളരെ സന്തോഷം ഉണ്ട്. പിന്നെ CPMൻ്റെ കാര്യവും പറയണ്ട. കോൺഗ്രസ് എന്താണ് സാർ ബംഗാൾ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന ഈ സംഭവ വികാസം? അടി കിട്ടുക എന്നല്ല പറയുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ MP-മാർക്കൊക്കെ അടിയല്ല, അവര് ഓടിച്ചിട്ടടിക്കുക എന്ന് പറയത്തില്ലേ, ഓടിച്ചിട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അടി കൊണ്ടത് അഭിഷേക് ബാനർജി, മമത മുഖ്യമന്ത്രിയുടെ വലങ്കൈ, അവരുടെ ബന്ധുവായിരുന്ന അഭിഷേക് ബാനർജി. നമ്മളവിടെ വലിയ പ്രതീക്ഷയായിരുന്നു അദ്ദേഹം പക്ഷെങ്കില് അവിടെ അധികാരത്തില് മമതയ്ക്ക് ശേഷം ഇദ്ദേഹമായിരിക്കും TMCയെ നയിക്കുമെന്നൊക്കെ കേട്ടിരുന്ന അഭിഷേക് ബാനർജിയാണ് വഴിനീളെ ഓടിച്ചിട്ട് തല്ലുകയാണ്. ഓടിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഷർട്ട് വലിച്ചു കീറുന്നു അല്ലെ. അംഗരക്ഷകൻ വിചാരിച്ചിട്ടൊന്നും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ പറ്റുന്നില്ല. അവസാനം ചീമുട്ടയാണോ നല്ല മുട്ടയാണോ, മുട്ട വലിച്ചെറിയുകയാണ്. ദേഹത്ത് മുഴുവന് മുട്ട, അതിന്റെ മഞ്ഞക്കരുവ് എല്ലാം കൂടെ പുരട്ടിക്കൊണ്ട് ഓടുകയാണ്. അവസാനം കല്ലും കട്ടയും വരുമെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു ഒരു ഹെൽമെറ്റ് നമ്മുടെ ഈ ക്രിക്കറ്റ് പ്ലേയേഴ്സ് ഒക്കെ വെക്കുന്ന ടൈപ്പ് ഒരു ഹെൽമെറ്റ് അദ്ദേഹത്തിന്റെ തലയിലേക്ക് ആരും എടുത്ത് അംഗരക്ഷകൻ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അഥവാ കൊള്ളുകയാണെങ്കിൽ കണ്ണിനും മൂക്കിലും ഒന്നും കൊണ്ട് കയറണ്ടെന്ന് കരുതിയിട്ടായിരിക്കാം. എന്തായാലും വളരെ നമ്മൾ കണ്ടില്ലേ, ഒരു ഭരണത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരു പാർട്ടി ഒരു മാസത്തിനിടയിൽ രാജാവായിട്ട് കഴിഞ്ഞ ആളിനെ റോഡ് നീളെ ഓടിച്ചിട്ടടിക്കുക. ആ അടി കൊണ്ടും തീർന്നില്ല. അദ്ദേഹത്തിനെ അടിച്ച ആളുകളെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെട്ട്, ഇവര് BJPക്കാരാണ് ആക്രമിച്ചിരിക്കുന്നത്, അവരെയൊക്കെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മറ്റൊരു എം പി കല്യാൺ ബാനർജി എന്ന് പറഞ്ഞ മറ്റൊരു MP ഇന്നലെ സമരം നയിച്ചുകൊണ്ട് പോലീസിനെ നേരെ ചെന്നു. അവിടത്തെ വീതിയിൽ കൂടെ ഒക്കെ സമരം നയിച്ചു. അവിടെ പഴയ ഓർമ്മ വെച്ച് സമരത്തിനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. അദ്ദേഹത്തിനും അടി കൊണ്ടു. അദ്ദേഹത്തെ ശരിക്കും ഓടിച്ചിട്ട് തല്ലുകയായിരുന്നു അല്ലേ. ചീമട്ടയൊന്നും കിട്ടിയില്ലെന്ന് അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഒരാൾക്ക് അനുഭവം കിട്ടിയത് കൊണ്ടായിരിക്കുമെന്ന് തോന്നുന്നു. അദ്ദേഹം വളരെ അത്തരം കാര്യങ്ങളിൽ വളരെ കരുതലോട് കൂടിയാണെന്നാണ്. എന്നാലും നല്ല അടി മേടിച്ചു. അപ്പൊ അങ്ങനെ അഭിഷേക് ബാനർജിയും കല്യാൺ ബാനർജി, അവിടുത്തെ രണ്ട് പ്രധാനപ്പെട്ട TMC നേതാക്കന്മാര് MP-മാരാണ്. അവരെ വഴിനീളെ എടുത്തിട്ട് അടിക്കുകയാണ്. അതാണ് ബംഗാളിലെ ഇപ്പോഴത്തെ അവസ്ഥ. അവരുടെ പാർട്ടി പ്രവർത്തകർ തന്നെ അടിച്ചെന്നും പറയുന്നുണ്ട് സാർ. അവരുടെ പാർട്ടി പ്രവർത്തകർ തന്നെയാണ് അവരെ തല്ലിയെന്നാ പറയുന്നത്. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിപ്പോ നമ്മളെ കൂടെ കിടന്നവനല്ലേ രാപ്പനെ അറിയത്തുള്ളൂ അയ്യപ്പദാസെ. അവർക്കറിയാം ഇവരെന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് പ്രവർത്തകർക്ക് അറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഇത് ചെയ്തത്. നേരത്തെ തന്നെ BJPയുടെ ഒരു സ്ഥാനാർത്ഥിയെ ഇവര് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് കണ്ടില്ലേ, പുറകിന് ഓടിച്ചിട്ടടിക്കുന്ന കണ്ടില്ലേ. അദ്ദേഹം പാടത്തൂടെയും മറ്റു ഭാഗത്തൂടെയൊക്കെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നെങ്കിലും അംഗരക്ഷകനെ അടക്കം ഈ തൃണമൂൽ കോൺഗ്രസ്സുകാർ പുറകിലിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. അടിച്ച് അദ്ദേഹത്തെ കണ്ടമാനം ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് തിരിച്ചടി കൊടുക്കണമല്ലോ. പക്ഷെ ഇപ്പൊ BJPയുടെ ആളുകൾ കൃത്യമായിട്ട് പറയുന്നത് ഇത് ഇവരുടെ പ്രവർത്തകർ തന്നെയാണ്. ഇദ്ദേഹത്തോട് വൈരാഗ്യമുള്ള ആളുകളാണ്. ഇവരുടെ ഈ പ്രവൃത്തി കയ്യിലിരിപ്പാണ് ഇപ്രാവശ്യം പാർട്ടിയെ ഈ വിധത്തിൽ നാശമാക്കി കളഞ്ഞതെന്നുള്ളത് തന്നെയാണ് പ്രവർത്തകരുടെ അനുഭാവികളുടെ ഒക്കെ ഒരു വിശ്വാസം. അതുകൊണ്ട് അവർ തന്നെയാണ് തല്ലിയത്. ഇപ്പൊ കേസിനകത്തില് ഒരുപാട് വീഡിയോ റെക്കോർഡുകളൊക്കെ വരുന്നുണ്ട്. വീഡിയോ തെളിവുകളെല്ലാം പറയുന്നത് അങ്ങനെയാണ്. തൃണമൂൽ കോൺഗ്രസ്സുകാർ തന്നെ അവരെ എടുത്തിട്ട് തല്ലിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. തല്ലിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഗുണ്ടകളാണല്ലോ അയ്യപ്പദാസെ, ഗുണ്ടകളാണ്. നമ്മൾ പ്രവർത്തകരെ അനുഭാവികളൊക്കെ പറഞ്ഞാൽ ഇവരെല്ലാം ഗുണ്ടകളാണ്. തൃണമൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-15 വർഷം മമതാ ബാനർജി തീറ്റിപ്പോറ്റി ചെല്ലും ചെലവും കൊടുത്ത ഗുണ്ടകളാണ്. അവര് പറയുന്ന പണികളൊക്കെ ചെയ്യുക. ഇതായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. BJPക്കാരുടെ ഓഫീസെല്ലാം കയറി ആക്രമിക്കുക. CPMകാര് പണ്ടേ അടികൊണ്ട് ഓടി അവിടുന്ന്. അപ്പൊ അങ്ങനെ അത്തരത്തിൽ ഉപദ്രവങ്ങളും സൃഷ്ടിച്ച് നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കി സ്ത്രീകളെ ശല്യം നടന്ന ഗുണ്ടകളായിരുന്നു. ഈ ഗുണ്ടകളെല്ലാം കൂടെ എവിടെ നിന്ന് വന്നാണ് ഈ ക്ലാസ്സിന് മനസ്സിലായല്ലോ. ഇവരെല്ലാം പഴയ CPMകാരായിരുന്നു. അതായത് 34 കൊല്ലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചപ്പോഴേ അവരുടെ തണലിൽ ഗുണ്ടാപ്പണി ചെയ്ത ആളുകളാണ് ഇവന്മാരെല്ലാം. CPMന് ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ഈ ഗുണ്ടകളെല്ലാം അതേപോലെ തന്നെ അവരുടെ മക്കളും അതിന്റെ തലമുറയും കൂടെ എങ്ങോട്ട് മാറി? TMCയിലേക്ക് മാറി. അപ്പൊ തൃണമൂലിന്റെ ഗുണ്ടകളായിട്ട് മാറി.
ഇപ്പൊ അങ്ങനെ തൃണമൂലിൽ അങ്ങനെ 15 കൊല്ലത്തെ സർവാധിപത്യം കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? BJP അധികാരത്തിൽ വരികയാണ്. അപ്പൊ അങ്ങനെ ഗുണ്ടകളുടെ ഒരു ചേഞ്ചാണ്. ഇനിയിപ്പോ ഇവര് BJPയിലേക്ക് എന്തായാലും അവരെടുക്കത്തില്ല. കാരണം ഇവരെ എല്ലാം അറിയാമല്ലോ, അവര് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് പശ്ചാത്തലം നന്നായിട്ട് അറിയാൻ എടുക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് നല്ല ആളുകളെ പിടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്, ഗുണ്ടകളല്ലാത്തവരെ. ഇപ്പൊ നമ്മൾ നോക്കുക, ബംഗാളിലെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് BJPക്കാര്, ക്ഷമിക്കണം, CPM-കാര് BJPയിലെത്തുന്നു. മനസ്സിലായില്ലേ? CPM BJP നല്ല പ്രവർത്തകർ, ഗുണ്ടകളെ അല്ല ഞാൻ ഈ പറയുന്നത്. അതാണ് അവിടെ നടക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു വലിയ മാറ്റം സംഭവിക്കും. അതുപോലെ സാർ നമ്മൾ എടുത്തു പറയണ്ടേ സാർ, അതുപോലെ ഒരു കാര്യം കൂടെ സാർ, ഈ പറയുന്ന രീതിയിൽ TMC, തൃണമൂൽ കോൺഗ്രസിന്റെ ഇന്നലെ നടന്ന അവരുടെ പാർട്ടി തല മീറ്റിംഗിൽ പോലും ആള് കുറവായിരുന്നു. MLA-മാർ പകുതിയോളം പങ്കെടുത്തില്ല. പിന്നെ ഇവർക്ക് MP-മാരുണ്ട് സാർ. അത്തരം രാഷ്ട്രീയ ഒരു മാറ്റം അതുകൂടെ ഒന്ന് പറയാമോ സാർ? ഇനി കൂറുമാറ്റം വല്ലതൊക്കെ നടത്തി വേറെ ഏതെങ്കിലും പാർട്ടിയിലോട്ടൊക്കെ ഈ MP-മാരൊക്കെ പോവോ? ഇനി MLA-മാര് ചാടുവോ? എന്ത് പറയുന്നു സാർ? അങ്ങനെയൊക്കെ വല്ല മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. അയ്യപ്പദാസ് പറഞ്ഞത് ശരിയാണ്. കഴിഞ്ഞ ദിവസം മമതാ ബാനർജിക്ക് 2 ചെവിക്ക് കല്ലിനും അടി കൊണ്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അതിന് സമാനമായ അടിയാണ് കഴിഞ്ഞ ദിവസം രാത്രി വൈകുന്നേരം അവിടെ സംഭവിച്ചത്. അവരെന്ത് ചെയ്തു? 2 MP-മാർക്ക് അടി കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് MLA-മാരുടെ, അവര് പ്രതിപക്ഷത്താണല്ലോ, പ്രതിപക്ഷ നേതാവ് എന്നുള്ള MLA-മാരുടെ യോഗം വിളിച്ചു കൂട്ടി. 80ഓളം MLA-മാരാണ് TMCക്ക് ഉള്ളത്. പക്ഷെ ഇന്നലെ മമത വിളിച്ചുകൂട്ടിയ യോഗത്തിൽ എത്ര പേരെ പങ്കെടുത്തത് കണ്ടില്ലേ? കഷ്ടിച്ച് 20 പേരാ പങ്കെടുത്തത്. 60 പേര് വന്നില്ല. 60 MLA-മാര് യോഗത്തിന് വന്നില്ല. അപ്പൊ അവര് പറഞ്ഞ ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞങ്ങളുടെയൊക്കെ മണ്ഡലത്തിലെ BJP-ക്കാർ അക്രമം അഴിച്ചു വിടുന്നുണ്ട്, അതിന്റെ പ്രകടനത്തിന് പോയിരിക്കുകയായിരുന്നു എന്നാ പറഞ്ഞത്. പ്രകടനം നയിക്കാൻ പോയിരിക്കുകയായിരുന്നു. പക്ഷെ അന്വേഷിച്ച് നോക്കിയപ്പോ അവരാരും ഒരു പ്രകടനത്തിനും പോയിട്ടില്ല. അവരുടെ മണ്ഡലത്തിൽ ഒരു പ്രകടനവും നടന്നിട്ടില്ല. അവരെല്ലാം ഭയന്നുപോയി. അവരെല്ലാം ഭയന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ മമതയുമായിട്ട് ഉള്ള ഇനി ബന്ധം മതിയാക്കുകയാണ്. അപ്പൊ ചുരുക്കത്തില് ഈ 80 പേരില് 60 MLA-മാരും മാറിയിരിക്കുകയാണ്. മാറിയപ്പോൾ കൂറുമാറ്റവും ഇല്ല. അപ്പൊ കൂറുമാറ്റത്തിന്റെ പ്രശ്നം വരുന്നില്ല. അവരൊക്കെ പിന്നെ BJP ചേരാം. അവര് എന്തായാലും അവര് സ്ക്രീൻ ചെയ്തിട്ടേ എടുക്കത്തുള്ളൂ. പക്ഷെ അവർക്ക് ഇനി ആവശ്യമാണ്. BJP സംബന്ധിച്ചിടത്തോളം MLA-മാരുടെ ആവശ്യമില്ല അവിടെ. അവർക്ക് അല്ലെങ്കിൽ തന്നെ നല്ല കൃത്യമായ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അവർ ഭരിക്കുന്നത്. പക്ഷെ മമതയ്ക്ക് കിട്ടിയ അടിയാണ്. മമതയ്ക്ക് കിട്ടിയ അടി നോക്കി 80-ല് 41 പേര് പോലും പങ്കെടുത്തില്ല. അപ്പൊ അടി കൊണ്ടില്ല എന്നുള്ളത്, കൈ കൊണ്ടുള്ള അടി കൊണ്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പ്രവർത്തകർ അവരെ മാനസികമായിട്ട് ശരിക്കും അടിച്ചിരിക്കുകയാണെന്ന്. അതാണ് എന്നിട്ട് അവിടെ സംഭവിച്ചത്. ഇനി ഇതിനെക്കാട്ടിൽ വലിയൊരു പ്രശ്നം വരുന്നുണ്ട്. ഇതിനെക്കാട്ടിൽ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ 29 MP-മാരുണ്ട് ഇവർക്ക്. തൃണമൂൽ കോൺഗ്രസിന് 29 MP-മാരാണ് അവിടെ ഉള്ളത്. ഈ 29 MP-മാർ നിർണായകമാണ് അവിടെ, പ്രത്യേകിച്ച് പാർലമെന്റ് സംബന്ധിച്ചിടത്തോളം. പാർലമെന്റില് ഇവര് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണല്ലോ കഴിഞ്ഞ തവണ വന്ന വനിതാ സംവരണ ബില്ല്, അതോടൊപ്പം തന്നെ വന്ന മണ്ഡല പുനർനിർണയ ബില്ലിനെ ഇവരെല്ലാവരും അനുകൂലിക്കുക ചെയ്തത്, എതിർക്കുക ചെയ്തത്. DMK-ക്കൊപ്പം എതിർത്തത് കൊണ്ടാണ് ആ ബില്ലെന്ന് പാസ്സാക്കാൻ പറ്റാതെ പോയത്. പക്ഷേ ഇത് പാസ്സാക്കിയെടുക്കണം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള BJP-യുടെ ലക്ഷ്യം, അത് 29 സാധൂകരിച്ചെടുക്കണം. BJP സംബന്ധിച്ചിടത്തോളം ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് മുന്നോട്ട്. അത് ഒരു പക്ഷേ സാധിച്ചെടുക്കുമെന്നാണ് ഈ MP-മാരുടെ ഇപ്പോഴത്തെ ഈ അതെ സാർ, ഇടയ്ക്കൊന്ന് ഞാൻ ഇടപെടുകയാണ് സാർ. ഈ 2029 ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് പോകത്തക്ക രീതിയിൽ ഈ ബില്ല്, സാറ് പറയുന്ന സ്ത്രീ സംവരണ ബില്ലും ഈ ഒരു രാഷ്ട്രം, മണ്ഡല പുനർനിർണയം ഒക്കെ ഉള്ള തീരുമാനങ്ങൾ ഈ MP-മാരുടെ ചാഞ്ചാട്ടം ഒരു നിർണായക ഘടകമാകുമോ എന്ന് പറയുന്നു സാർ? അതല്ലേ പറയുന്നത്? അത് സാർ പറഞ്ഞു വന്ന അതല്ലേ? അതാകുമോ? അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ 2020 പറയണം സാർ. അതാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29 MP-മാരും BJP-യെ അനുകൂലിച്ചാൽ എന്ത് ചെയ്യും? അവർക്കിനി ബംഗാളിൽ രക്ഷയില്ല. മമതയുടെ പുറകിന് പോയിട്ട് അവർക്ക് ഒരു രക്ഷയുമില്ല. അവർക്കിനി അവിടെ എന്ത് ചെയ്യാനാണ്? അവർ ഈ ബില്ലിനെ, BJP കൊണ്ടിരുന്ന ബില്ലിനെ അവർ അനുകൂലിക്കുക. ഇതല്ലെങ്കിൽ ഒരു സഭയിൽ നിന്ന് മാറി നിന്നാലും മതി. എന്നാലും നിലവിലുള്ള ഹാജരാകുന്ന അംഗങ്ങളിൽ അത് ഭൂരിപക്ഷം ഉണ്ടാകും. അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. ഇപ്പൊ തന്നെ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് 20-ലധികം MP-മാര് ഇപ്പോഴും BJP നേതൃത്വമായിട്ട് കൂടിയാലോചന നടക്കുന്നതായിട്ട് മിനിങ്ങാന്ന് വാർത്തകൾ വന്നിരുന്നു അല്ലെ? 3 ദിവസം ഒരു വാർത്ത വന്നിരുന്നില്ലേ? 20 MP-മാര് ബില്ലിനായിട്ട് വരികയാണ്. ഞങ്ങള് കൂടെ വന്നേക്കാം. കാരണം അവർക്ക് ജീവിക്കാനൊക്കത്തില്ല. അല്ലെങ്കിൽ ബംഗാളിൽ ജീവിക്കാൻ ഒക്കത്തില്ല. കാരണം വെച്ചാൽ മമതയുടെ ഗുണ്ടകൾ അവര് ആക്രമിക്കും. അപ്പൊ അതുകൊണ്ട് അവർക്ക് പെട്ടെന്നൊരു അഭയം വേണം. ഇപ്പൊ CPM പോലും BJP-യുടെ അഭയത്തിലല്ലേ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം അവരുടെ അടച്ചിട്ടിരുന്ന പാർട്ടി ഓഫീസുകളെല്ലാം ആരാ തുറന്നു കൊടുത്തത്? BJP സുവേന്ദു പിന്നെ അധികാരി സർക്കാരാണ് തുറന്നു കൊടുത്തത് അല്ലേ? CPM-മാരെ പാർട്ടി ഓഫീസിന്റെ 7000 പോലും പോകത്തില്ല. അത് പേടിയായിരുന്നു TMC ഗുണ്ടകൾ തട്ടുമെന്ന് വിചാരിച്ച്. ഇപ്പൊ ആ പാർട്ടി ഓഫീസുകൾ പോലും സുവേന്ദു അധികാരി BJP സർക്കാരാണ് തുറന്നു കൊടുത്തത്. അതുകൊണ്ട് MP-മാര് ഇപ്പൊ ആ സംരക്ഷണം തേടുകയാണ്.
29 പേര് 20 പേരും സംരക്ഷണ BJPയിലേക്ക് ചേരാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ അതിന്റെ വലിയ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്ന് സംഭവിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ DMK 22 MP ഉണ്ട്. 22 MP DMK അവിടെ. ആ DMK ഇപ്പൊ ആകപ്പാടെ ഒരുതരം ചാഞ്ചാട്ടത്തിലാണ്. അവരോട് കോൺഗ്രസ് ചെയ്ത ചതി അതാണ് അവർ പറയുന്നത്. ഇത്രയും നാളും ഞങ്ങളുടെ കൂടെ നിന്നിട്ട് ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാന ഘടകകക്ഷിയായിട്ടും പ്രധാനമന്ത്രി സാർ ഒരു കാര്യം കൂടെ, അവരിനി തമിഴ് വെട്രിക്കഴകത്തിലേക്ക് വല്ലതും ചാടോ? തമിഴ് വെട്രിക്കഴകത്തിലേക്കുള്ള സാധ്യതയെക്കാട്ടി കൂടുതലായിട്ട് അവരൊരു ദേശീയതയിലേക്ക് പോകാനേ ശ്രമിക്കത്തുള്ളൂ. ഇനി കുറച്ചുപേര് മാറാം, MLA മാറാം. പക്ഷെ പാർലമെന്റിലെ സംബന്ധിച്ചിടത്തോളം അതിനകത്തില് ഈ കനിമൊഴിക്ക് ഒരു വലിയ റോളുണ്ട്. ഇതിനകത്തില് ഇനിയും വലിയ റോൾ വരാൻ പോകുന്ന ആളെന്ന് പറഞ്ഞാൽ കനിമൊഴിയാണ്. ഒരു സ്റ്റാലിൻ യുഗം ഏതാണ്ട് അവസാനിച്ചു. അദ്ദേഹത്തിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അത് തന്നെയല്ല ഇപ്രാവശ്യത്തെ തോൽവി സ്റ്റാലിനെ വല്ലാതെ വീഴ്ത്തിക്കളഞ്ഞു. സ്വന്തം തട്ടകത്തിൽ ഇത്രയേറെ പറഞ്ഞില്ലേ, വളരെ നിസ്സാരനായ എന്ന് നമുക്ക് വിചാരിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിയോടാണ് അദ്ദേഹം തോറ്റുപോയത്. അപ്പൊ അതുകൊണ്ട് സ്റ്റാലിൻ യുഗം അവസാനിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മകനെ കൊണ്ട് അതിനൊരു കേപ്പബിലിറ്റിയും ഇല്ല. ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകത്തക്ക ഒരു ശക്തി ഉദയനിധി സ്റ്റാലിൻ ഇല്ലതാണ്. അതല്ല, പ്രമുഖന്മാരായ പല നേതാക്കന്മാരും കാര്യം മാറുകയാണ്. പല നേതാക്കന്മാരും കേസിൽപ്പെട്ട് പലരും ജയിലിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതേപോലെ തന്നെ പലരും കാര്യം മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇനി അതിനകത്തിൽ അതിനകത്ത് ഉയർന്നു വരാവുന്ന പ്രധാനപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ കനിമൊഴിയാണ്. കനിമൊഴിയെ സംബന്ധിച്ചിടത്തോളം BJPയുമായിട്ട് അവർക്ക് വലിയ താല്പര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് അവര് സഭയിലൊക്കെ ലോക്സഭയിലൊക്കെ എതിർക്കുന്നുണ്ടെങ്കിൽ പോലും പ്രധാനമന്ത്രിക്കും പ്രത്യേകിച്ച് BJPയുടെ നേതൃത്വമായിട്ട് വളരെ അടുപ്പത്തിലാണ് അവര്. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല, അവരുടെ രാഷ്ട്രസ്നേഹം, രാജ്യസ്നേഹമാണ് അവരെ അത്തരത്തിലൊരു തലത്തിലേക്ക് എത്തിച്ചത്. അയ്യപ്പദാസ് ഓർക്കുന്നില്ലേ, ഓപ്പറേഷൻ സിന്ദൂർ ഓർക്കുന്നില്ലേ, നമ്മുടെ പാകിസ്ഥാനുമായിട്ട് നടന്ന യുദ്ധമൊന്നും പറയാനില്ല. നമ്മൾ 5 ദിവസം കൊണ്ട് അവനെ റെഡിയാക്കി. അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ, പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തെ കുറിച്ച് വിശദീകരിക്കാൻ ലോകരാജ്യങ്ങളിലേക്ക് പോയ പ്രതിനിധി സംഘത്തില് ഒരു പ്രധാനപ്പെട്ട സംഘത്തില് നയിച്ചത് കനിമൊഴിയായിരുന്നു. കനിമൊഴി വിദേശത്ത് എന്ന് പറഞ്ഞത് കേട്ടില്ലേ, നമ്മുടെ രാജ്യം, നമ്മുടെ പാകിസ്ഥാൻ എത്ര ഭീകര പ്രവർത്തനമാണ് നമ്മുടെ രാജ്യത്തോടെ നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് നമ്മുടെ BJPക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ BJPക്ക് വേണ്ടി നമുക്ക് പറയാനൊക്കത്തില്ല, രാജ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ച ഒരാൾ ശശി തരൂരും കനിമൊഴിയുമായിരുന്നു അല്ലേ? അത് നല്ല വാദമാണ്. അത് പ്രധാനമന്ത്രി പ്രത്യേക താല്പര്യമെടുത്ത് ഉൾപ്പെടുത്തിയ 2 ആളുകളാണ് ശശി തരൂരും കനിമൊഴി. ഏതായാലും സാർ നമ്മൾ വീണ്ടും ബംഗാളിലേക്ക് പോവുകയാണ്. നമ്മൾ തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്കൊന്ന് അറിയാതെ എത്തിപ്പോയതാണ്. നമ്മൾ ബംഗാളിലേക്ക് വീണ്ടും പോവുകയാണ് സാർ. അപ്പോ നമുക്കിവിടെ ഒന്നും പറയാതെ പറഞ്ഞു വയ്ക്കാം, BJP ഇനി ഒന്നുകൂടെ സ്ട്രോങ് ആകാൻ പോകുന്നു. മമതയുടെ ഭാവി എന്തായിത്തീരും? മമത ഇനി എന്ത് ചെയ്യും? INDI മുന്നണി ഇതാണ് ഇങ്ങനെ പോയിരിക്കുന്നു, കൂടെയുള്ള കാൽച്ചുവട്ടിലെ മണ്ണ് ചോർന്നു പോയിരിക്കുന്നു. മമത ഇനി എന്ത് ചെയ്യും? അതുകൂടെ പറഞ്ഞുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം. മമത ഇനി അവരെ മര്യാദയ്ക്കൊക്കെ നിന്ന് അവരുടെ പേരിലുള്ള കേസുകളെ നേരിട്ടാൽ നല്ലതാണ്. അതല്ല, ഈ പറഞ്ഞതുപോലെ ED ആക്രമിച്ചത് ബംഗാളിലാണല്ലോ, അയ്യപ്പദാസ് ഓർമ്മയുണ്ടല്ലോ. EDയുടെ ഉദ്യോഗസ്ഥന്മാരുടെ തലയ്ക്കടിച്ചു. ഇത് അവരുടെ തലയിൽ അടികൊണ്ടില്ലെന്നുള്ളതേ ഉള്ളൂ. അന്ന് അവരുടെ ഭരണകാലത്താണ് ED ആക്രമിക്കുന്നത്. അത്തരം കേസുകളെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. ഒരുപാട് കേസുകളുണ്ട്, ഒരുപാട് അഴിമതി, ചിട്ടി ഫണ്ട്സ് അഴിമതിയൊക്കെ ധാരാളം ബാക്കി കിടക്കുകയാണ്. ഇത്തരം കേസുകളിലൊക്കെ സത്യസന്ധമായ അന്വേഷണം നേരിടാൻ അവർ തയ്യാറായാൽ നല്ലതാണ്. അതല്ല, ഈ മാതിരി പഴയതുപോലെ ഗുണ്ടായിസം കാണിക്കാൻ നടക്കത്തുമില്ല. കാരണം അതിർത്തിയിലെല്ലാം വേലി കെട്ടി അല്ലേ? സുവേന്ദ്ര അധികാരി നമ്മുടെ ഏതാണ്ട് 4000 കിലോമീറ്റർ ബംഗ്ലാദേശുമായിട്ടുള്ള അതിർത്തിയിൽ ഏതാണ്ട് 10,000-2000 3,000 അടിയന്തര സാഹചര്യമായിട്ട് വേലി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരുവിധപ്പെട്ട ബംഗ്ലാദേശികളെല്ലാം ഇവിടുന്ന് അവരുടെ ഗുണ്ടാപ്പണി ചെയ്തുകൊണ്ടിരുന്നവനെ മുഴുവൻ ബംഗ്ലാദേശിലേക്ക് സ്ഥലം വിട്ട് കഴിഞ്ഞു. പിന്നെ ആര് ചെയ്യാനാ അവർക്ക്? അപ്പൊ അവർ ഉദ്ദേശിക്കുന്ന കളികളൊന്നും ഇനി ബംഗാളിൽ നടക്കാൻ പോകുന്നില്ല. അത് മര്യാദയ്ക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ കീഴടങ്ങിയോ അല്ലെങ്കിൽ ഇനിയും വരുന്ന ഒരുപാട് കേസുകൾ അവരുടെ പേരിൽ വരുന്നുണ്ട്. അതിനെയൊക്കെ നേരിട്ട നിയമ നടപടികളിലൂടെ മര്യാദയ്ക്ക് പോവുകയാണെങ്കിൽ അവിടെ കഴിഞ്ഞുകൂടാ. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും കൊള്ളാവുന്ന സ്ഥലത്ത് 3 നേരം നല്ല ആഹാരമൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ കഴിഞ്ഞു പോകാനേ പറ്റുള്ളൂ. അതിന്റെ സൂചനയാണ് അയ്യപ്പദാസ് MLA-മാരും MP-മാരും ചാടുന്നത്. അവർക്ക് മനസ്സിലായി മമതയുടെ ഗതി എങ്ങോട്ടാ പോകുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായ സൂചനയാണ്. ചെയ്തതെല്ലാം അവർക്കും അറിയാമല്ലോ. മമത കാട്ടിക്കൂട്ടിയ പരിപാടികളെ കുറിച്ച് അവര് നല്ല ബോധവാന്മാരാണ്.
അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരുടെ ഭാവിയെ വലിയ താമസമില്ലാതെ അറിയാം. വലിയ താമസമില്ലാതെ എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ഒരു മാസത്തിനകം തന്നെ വലിയ ഒരു സൂചന വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും സാർ നമ്മൾ ബംഗാളിലെ ഗുണ്ടായിസത്തിനും ഒരു അറുതി ഉണ്ടാകും എന്നുകൂടെ നമുക്ക് കരുതിക്കൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം. അതുകൂടെ പറയൂ സാർ, എങ്ങനെ തോന്നുന്നു ഈ ഗുണ്ടായിസം, ഈ ഗുണ്ടാരാജ്? ഏത് ഗുണ്ടകളാണ് അയ്യപ്പദാസെ ഉള്ളത്? ഗുണ്ടയെല്ലാം പോയില്ലേ അവിടുന്ന്? ഗുണ്ടകളെ, ബംഗ്ലാദേശി ഗുണ്ടകളെ എല്ലാം അടിച്ചിറക്കി വിട്ടു. മുർഷിദാബാദിലും മാൽഡയിലും കിടന്നിരുന്ന അനധികൃത ഇവരാണല്ലോ പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇവര് ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞ് കൽക്കട്ട വരെ, ഹൗറ വരെയുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങിയിട്ട് കളിച്ചുകൊണ്ടിരുന്നത് ഇവരെല്ലാമായിരുന്നു. ഇവരെല്ലാം പോയി. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ കാണുന്നില്ലേ? ബംഗ്ലാദേശികൾ എന്ത് ചെയ്യും? നമ്മള് ബംഗ്ലാദേശികളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നവന്മാരെ ഒന്നിനെ കാണുന്നുണ്ടോ? യഥാർത്ഥ ബംഗാളികളും അതുകൊണ്ട് വിട്ടുപോയിരിക്കുകയാണ്. ഇപ്പൊ അവരും തിരിച്ചു വരുന്നില്ല ഇങ്ങോട്ട്, അല്ലേ? ബംഗ്ലാദേശികളെ മുഴുവൻ അവരെ എല്ലാം നാട് കടത്തിയത് കൊണ്ട് ബംഗാളികൾക്കും വരാൻ വയ്യാത്ത, ഒരു പക്ഷെങ്കിൽ അവരുടെ നാട്ടിൽ അവർക്ക് സുഖമായിട്ട് ചിലപ്പോൾ കഴിഞ്ഞുകൂടാൻ പറ്റുന്നുണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഗുണ്ടകൾ പോയി ഒരു ക്ലീൻ സംസ്ഥാനമായിട്ട് അതുകൊണ്ടാണ് ഇപ്പൊ ടാറ്റ വരുന്നു. സിംഗൂരിലേക്ക് ടാറ്റ വരുന്നു എന്നല്ലേ പറയുന്നത്, അല്ലേ? അവർക്ക് പ്രശ്നം ഉണ്ടായ സ്ഥലം, അവിടെ സമരങ്ങൾ ഉണ്ടായ സ്ഥലം, ആ സ്ഥലങ്ങളിൽ നന്ദിഗ്രാമിലോ സിംഗൂരിലേക്കൊക്കെ ഒരു പക്ഷേ ടാറ്റ വീണ്ടും കമ്പനിയുമായിട്ട് വരുന്നെന്നാണ് പറയുന്നത്. അപ്പൊ നാട് സ്വർഗമായി, ബംഗാൾ സ്വർഗമായിട്ട് സ്വർഗമാക്കിക്കൊണ്ടിരിക്കുന്നു. ഗുണ്ടകളുടെ എല്ലാം കാലവും കഴിഞ്ഞു. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും നമുക്ക് മമത ഇനി എന്താകും, BJP ഭരണം, BJP സ്ട്രോങ് ആകുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ അടുത്ത രാഷ്ട്രീയ മാറ്റങ്ങൾ, അത് കേന്ദ്രത്തിലായാലും ബംഗാൾ സംസ്ഥാനത്തിലായാലും എന്തൊക്കെയാണെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് തുടർന്നും ഇരിക്കാം. നന്ദി. താങ്ക് യു സാർ. താങ്ക് യു.